നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിബു നാരായണൻ, പമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും എനിക്കെപ്പോഴും വേണം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, 1201 പുതിയ വർഷം ഈ 2025 ആഗസ്റ്റ് മാസം 17-ാം തീയതി ആരംഭിക്കുകയാണ്. 2026 ആഗസ്റ്റ് വരെയാണ് കർക്കിടക മാസം ഉള്ളത്. കാർത്തികയുടെ മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ പകുതി വരെയുള്ള ഇടവക്കൂറുകാർക്ക് ഈ പുതിയ വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ശനി 11-ലും രാഹു 10-ലും അതേപോലെ വേഴൻ 2-ലും 3-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അടുത്ത 2025 നവംബറിൽ വേഴൻ കർക്കിടകൻ രാശി പ്രവേശിക്കുന്നു. വീണ്ടും ഡിസംബറിൽ മിഥുനൻ രാശി പ്രവേശിക്കുന്നു. ഇങ്ങനെ വേഴമാറ്റം കൂടെ നമ്മൾ കണക്കാക്കി നോക്കുമ്പോൾ വേഴൻ 2-ൽ നിൽക്കുന്നത് ഈ വർഷത്തിൻ്റെ മുക്കാൽ ഭാഗം വരെ നല്ലതാണ്. അപ്പോൾ ഈ ശനി 11 നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും നന്മകളും ലാഭൈശ്വര്യങ്ങളും കിട്ടുന്ന സമയമാണ്. ചില ആൾക്കാർ ചോദിക്കും, എൻ്റെ ശനി എന്ന് തീരും, എന്ന് ഞാൻ രക്ഷപ്പെടും, എൻ്റെ കുഴപ്പം മാറൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശനി 11-ലോ 3-ലോ 9-ലോ ഒക്കെ നിൽക്കുമ്പോൾ കൊള്ളാത്ത ജ്യോത്സ്യന്മാർ പറയും. അപ്പോൾ 11-ൽ ശനി സഞ്ചരിക്കുന്ന ഈ 2.5 വർഷം ആരോഗ്യം, നൃപമാനനം, ധനസമായാനം, സുഹൃസംഭവ, സാഫല്യം, സകലക്രിയാസു സതതം, ചിത്തപ്രസാദോദയേ, സ്ഥാനപ്രാപ്തി, ജനാനുരാഗസു, യശക, സന്താനലാഭാദിർവാചിയാനാണ്. ആരോഗ്യം കിട്ടും, അസുഖങ്ങളൊക്കെ മാറും, എല്ലാ അസുഖവും മാറും. നൃപമാനം, രാജാവിൻ്റെ, സർക്കാരിൻ്റെ, അധികാരികളുടെ പ്രീതിയൊക്കെ കിട്ടും, സഹായം കിട്ടും, അനുകൂലം കിട്ടും. ധനസമായാനം, ധാരാളം ധനങ്ങളൊക്കെ വന്നു ചേരും, നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ കിട്ടും. എല്ലാ കാര്യത്തിനും വിജയവും മനസ്സന്തോഷവും യശസ്സും, സന്താനങ്ങളും സന്താനലാഭങ്ങളും, പിള്ളേർക്കും വിദ്യയും ഉദ്യോഗവും ധനവും, മക്കളില്ലാത്തവർക്കും മക്കളും ഐശ്വര്യാഭിവൃദ്ധികളും ഒക്കെ ഉണ്ടാക്കിത്തരുന്ന സമയമാണ് ശനി 11 നിൽക്കുമ്പോൾ. വേഴൻ 2 നിൽക്കുന്ന സമയം നല്ല വിദ്യയും നല്ല കുടുംബവും നല്ല ധനവും കിട്ടുന്നതാണ്. അപ്പോൾ ഏത് വിദ്യകൾ പഠിക്കാനും പഠിപ്പിക്കാനും പോണവർക്ക് നല്ലതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട വിദ്യാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സാമ്പത്തിക ലാഭം കിട്ടുന്ന സമയമാണ്. വിദ്യ കിട്ടും, കുടുംബം കിട്ടും. കുടുംബം എന്ന് വെച്ചാൽ ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, ബന്ധം വേണ്ട എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് നല്ല ഭാര്യയും ഭർത്താവും ബന്ധവും കുടുംബജീവിതവും, കുടുംബ കോടതിയിൽ ചെന്ന് ബന്ധം ഒഴിപ്പിക്കാൻ നിൽക്കണവർക്കും ജീവിക്കണമെന്നും സ്നേഹിക്കണമെന്നും തോന്നുന്ന സമയവും. അതുകൊണ്ട് കലഹിച്ചിരിക്കുന്നവരും ഭിന്നിച്ചിരിക്കുന്നവരും ഒന്നിച്ചു വരാനുള്ള യോഗവും, നാനാഭാഗത്ത് ജീവിക്കുന്ന, ഇപ്പം ഭാര്യ ഒരു നാട്ടിൽ, ഭർത്താവ് ഒരു നാട്ടിൽ, മക്കളൊരു നാട്ടിൽ, ഇങ്ങനെയൊക്കെ പല രാജ്യത്തും താമസിക്കുന്നതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ പല വഴിക്ക് പോയിട്ടുള്ളവർക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നൊരു സമയം. ഇപ്പം അച്ഛനമ്മമാർ വയസ്സായി, അവരെ കൂടെ ഞങ്ങളെ കൂടെ നിർത്താമെന്ന് തോന്നുന്ന സമയം. അപ്പം അങ്ങനെ കുടുംബ ബന്ധങ്ങൾ നല്ലതായിട്ട് വരാനും ധനം കിട്ടാനും യോഗമുണ്ട്. ധനം എന്ന് പറയുന്നത് നമുക്ക് സർക്കാരിൽ നിന്ന്, കോടതിയിൽ നിന്ന്, നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന്, ബിസിനസ്സിൽ നിന്ന്, എല്ലാ മേഖലയിലും നമുക്ക് പല തരത്തിലും നമുക്ക് സാമ്പത്തിക ഉയർച്ചയും വളർച്ചയും അഭിവൃദ്ധിയും കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാ നേട്ടങ്ങളും, എല്ലാ ഐശ്വര്യങ്ങളും, എല്ലാ അഭിവൃദ്ധികളും നമുക്ക് കിട്ടുന്ന സമയമാണ് വേഴൻ 2 10 നിൽക്കുമ്പോൾ തൊഴിലിൽ ചില തരികിടകൾ നിങ്ങൾ കാണിക്കും. കൂടെ നിൽക്കണവനെ വഴക്ക് പറയും, ഉപദ്രവിക്കുകയും അടുത്ത് വരണവരെ ഭീഷണിപ്പെടുത്തുകയും അവന്മാരെ അടിക്കാൻ വരികയും നമ്മൾ കൊല്ലാൻ പോവുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ല മിടുക്കരായിട്ട് ജീവിക്കണേ തെറ്റൊന്നുമില്ല. പക്ഷെ തൊഴിലിൽ നിൽക്കണവരുമായിട്ട് കളിച്ച അടി കിട്ടുന്ന അവസ്ഥയുള്ള സമയമാണ്. ആര് കിട്ടും? നിങ്ങളെ ഉദ്യോഗം നഷ്ടപ്പെടാനും അധികാരം നഷ്ടപ്പെടാനും പൈസ നഷ്ടപ്പെടാനും ഒക്കെ യോഗം 10-ലെ രാഹു വിചാരിച്ചാൽ പറ്റും. അപ്പോൾ രാഹു 10 നിന്നാൽ പാവേ കർമ്മഗതേതു കർമ്മവിഹതുർ
ദുഷ്കീർത്തിരജ്ഞാക്ഷതിർ അജ്ഞാലംബനയോർവിനാശനമവി അജ്ഞാനൊരു പ്രോഷണം പാവേ കർമ്മഗതേതു കർമ്മ വിഹതർ. നമ്മളെ ജോലിയിൽ ചില പ്രശ്നങ്ങൾ, അധികാരികളുടെ വിരോധങ്ങൾ, ബിസിനസ്സുകളിലും മലീകരായിട്ടുള്ള എല്ലാ പരിപാടികളും സൂക്ഷിക്കണം. അങ്ങനെ ശത്രുക്കളും വിരോധികളൊക്കെ വരും. പൈസ ഇടപാടല്ലെങ്കിലും ഒരാളുടെ സംസാരിച്ചാൽ പോലും വഴക്കും അടിയൊക്കെ ഉണ്ടായിരിക്കും. ദുഷ്കീർത്തി കേൾക്കും. നിങ്ങൾ അവരെ കൊല്ലാൻ ചെന്നവരെങ്കിൽ അവർ നിങ്ങളെ കൊല്ലാൻ പോകുന്നൊക്കെ പറയും. ആജ്ഞാക്ഷേത്രം 3-ാം തീയതി ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് നടത്താന്ന് തീരുമാനിച്ചിട്ട് സമയമാകുമ്പോൾ വേണ്ടാന്ന് തോന്നിപ്പോകും. ഇങ്ങനെയുള്ള പരാജയം, വിനാശനം, നാശനഷ്ടങ്ങൾ, രോഗങ്ങൾ, പോഷണം, എരിയ, കത്തുക, നശിക്കുക, വീണ് കൈകാലം കൊഴിഞ്ഞ് പാമ്പിനെ പോലെ എഴിയുന്ന അവസ്ഥകളും ഉണ്ടായിപ്പോകും. അതുകൊണ്ട് നമുക്ക് ജോലിയിലുള്ള ശത്രുത, സംസാരം, വിരോധം ഇതൊക്കെ നിങ്ങൾ മിടുക്കന്മാരാവാം, നല്ല കഴിവുള്ളവരും സ്നേഹിക്കണവരും ആവാം. പക്ഷെ എങ്കിലും ഈ സമയത്ത് നമ്മളെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ തൊഴിലാളി മുതലാളിയാണ്, മുതലാളി തൊഴിലാളിയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വന്നു പോകും. അപ്പം അതുകൊണ്ട് വലിയ ദോഷങ്ങൾ വരാതിരിക്കാൻ മൃത്യുഞ്ജയോമം, സർപ്പപൂജ, ഐശ്വര്യപൂജ, ശത്രുന്മാരെ പൂജയൊക്കെ നമുക്ക് ചെയ്യണം. എങ്കിലും പൊതുവെ നോക്കുമ്പോൾ ഈ കാലഘട്ടം നമുക്ക് വളരെ ഐശ്വര്യവും പുരോഗതിയും കിട്ടുന്നതാണ്. അപ്പോൾ ഈ കൊല്ലത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ തന്നെ പൂജാരി ആയാലേ പറ്റൂ. എന്താണ്? ദേവീ നിഷേവാ ഗണനാഥ ഹോമ പാക്യൈക്യമത്യപ്രദ സൂക്തജവാഹ ആഭംഗവർത്തൈഹി ധനധാന്യ അഭിവൃദ്ധൈഹി ഗവ്യാഭിഷേകാധികമത്ര ശുദ്ധൈഹി. ഗണപതി പൂജ തടസ്സമാണ്. ഭഗവതി പൂജ ഐശ്വര്യ അഭിവൃദ്ധിക്ക് വേണ്ടി. ഭഗവതി എന്ന് പറയുന്നത് മഹാലക്ഷ്മി മാത്രമല്ല, ധനലക്ഷ്മി ഉണ്ട്, വിദ്യാലക്ഷ്മി ഉണ്ട്, വീരലക്ഷ്മി ഉണ്ട്, ദാനലക്ഷ്മി ഉണ്ട്, ഐശ്വര്യലക്ഷ്മി ഉണ്ട്, സൗഭാഗ്യലക്ഷ്മി ഉണ്ട്, ഗജലക്ഷ്മി ഉണ്ട്. ഇങ്ങനെ അഷ്ടലക്ഷ്മിമാരുണ്ട്. ഇവരെയൊക്കെ ഭജിക്കണം. മൃത്യുഞ്ജയോമം യാവത്ത് അപകടം, മരണം ഇതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി. ശത്രു സംഹാര പൂജ, ശത്രുക്കൾ നമ്മളോട് വിരോധം കാണിക്കാതിരിക്കാനും ഉള്ള വിരോധികൾ മാറിക്കിട്ടാൻ. ഐശ്വര്യപൂജ നമുക്ക് ഐശ്വര്യം കിട്ടാൻ ഒക്കെയാണ്. പിന്നെ നമ്മളെ പ്രവൃത്തിക്കും അപവൃത്തിക്കൊക്കെ കിട്ടുന്നതിന് വേണ്ടിയുള്ള പൂജകളും പരിഹാരങ്ങളും ക്ഷേത്ര ദർശനങ്ങളും. നാഗരുടെ ദോഷം കിടക്കുന്നത് കൊണ്ട് ആ നാഗരാജ, നാഗയക്ഷി, നാഗന്യ സർപ്പദേവതകൾക്ക് വഴിപാട് നടത്തണം. അങ്ങനെ സർപ്പദുരിതങ്ങൾ മാറിക്കിട്ടാനുള്ള പരിഹാരങ്ങളും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അനന്തം വസുകി ശേഷ പത്മനാഭഞ്ച കമ്പള ദ്രാഷ്ട ശംഖുപാല കാളിയ തക്ഷകസ്തത. അങ്ങനെ അനന്തനും വസുകിയും കാർക്കോടകനും ശംഖുപാലകനും കുളിയനും ഒക്കെ സർപ്പദേവതകളുണ്ട്. അപ്പോൾ അടുത്തുള്ള കാവിൽ പോയി നാഗരെയൊക്കെ വന്ന് വഹിച്ചോണം. വണ്ടിയൊക്കെ ഓട്ടിക്കുന്ന സൂക്ഷിക്കും. എല്ലാ തൊഴിലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനവും വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യുക. പിന്നെ ഇടവക്കൂറുകാർ ധാരാളം സ്നേഹിതരും ബന്ധുക്കളും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ ഈ സമയത്ത് പേരുദോഷവും അപവാദവും ഒക്കെ കേട്ട് കുടുംബകലഹങ്ങൾ വരാതിരിക്കുക വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തടസ്സങ്ങളും ദോഷങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്ന പൂജകളും വഴിപാടുകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലതായിട്ട് വരും. അപ്പോൾ എന്താണ് ഈ വർഷം വളരെ സൂക്ഷിക്കേണ്ടുന്ന മാസം ഇടവക്കൂറുകാർക്ക് ഇടവ മാസം സൂക്ഷിക്കണം. ധനുമാസം സൂര്യൻ എട്ടി നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ സൂര്യൻ എട്ടി സഞ്ചരിക്കുന്ന മാസം എല്ലാ വർഷവും ധനുമാസം സൂക്ഷിക്കണം. അർക്കാഷ്ടമേ ബഹുജനർ നൃപസേനയാവ യാതോരവോ രവനി ന്യൂനമുപദ്രവേ ഫൂൾ എന്നാണ്. അർക്കൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ ബഹുജനങ്ങളെ കൊണ്ടും ബഹുജനർ നൃപസേനയാവ നൃപൻ രാജാക്കന്മാരെ കൊണ്ടും സേനാധിപന്മാരെ കൊണ്ടും ന്യൂനമുപദ്രവം ഫൂൾ ന്യൂനമായിട്ടും ഉപദ്രവം ഉണ്ടാവും. കേസ് വഴക്കുകളൊക്കെ ഉണ്ട്. പിന്നെ മേടമാസത്തിൽ സൂര്യൻ 12 നിൽക്കുന്ന മാസം ഒരുപാട് കഷ്ടനഷ്ടവും യോഗേ വൈകല്യമങ്കേ വൈഭവനഗതക കോപിപാപഗ്രഹശീലാണ്. സൂര്യൻ 12 നിൽക്കുമ്പം അംഗവൈകല്യം വീഴ്ച ഒക്കെ ഉണ്ടായിപ്പോവും.
അപ്പോൾ അവിടെയും ഒന്ന് സൂക്ഷിക്കണം. രോഗസ്ഥാനമായ 6 തുലാമാസത്തിൽ നിൽക്കുമ്പോഴും ഋണാർത്ഥ ചോര, ക്ഷതരോഗ, കുറച്ച് കടവും ശത്രുക്കളും ക്ഷതവും സർജറിയൊക്കെ വേണമെന്ന് പറയുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദോഷമാസങ്ങൾ നമ്മളൊന്ന് സൂക്ഷിക്കും. മകരമാസം, കുംഭമാസം, മീനമാസമൊക്കെ ഇവർക്ക് 9-ലും 10-ലും 11-ലും സൂര്യൻ സഞ്ചരിക്കുന്ന മാസവും, അതേപോലെ കർക്കിടക മാസമൊക്കെ വളരെ അഭീഷ്ടാർത്ഥാഗമം കീർത്തി ജയം ഭൂപതിമാനനം സഭാ ജനപദഗ്രാമ സൽകൃതിം ഗുരുതോ രവി. അഭീഷ്ടകാര്യാൽ വിജയാർത്ഥാഗമം കീർത്തി, സഭയിലും ജനങ്ങളുടെ ഇടയിലൊക്കെ നമുക്ക് വളരെ അനുകൂലമായ സ്ഥിതിഗതികൾ, ശോഭനമായ സ്ഥിതി ഇതൊക്കെ വരും. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ ഭജിക്കണം. ജാതകം കൂടെ ഒന്ന് ഗണിച്ച് നോക്കണം. ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പഴ ഉണ്ടെങ്കിലോ സമയദോഷം ഉണ്ടെങ്കിലോ ദശാസന്ധി ഉണ്ടെങ്കിലോ അതിന് പരിഹാരം ചെയ്താൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ജാതകം പരിശോധിക്കുന്നതിന് ജനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ തരേണ്ടതുണ്ട്. അയച്ചു തന്നാൽ നോക്കി പറഞ്ഞു തരും. പിന്നെ കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസ്യത്തോറും എന്നും നട തുറക്കും. രാവിലെ 6 മണി തൊട്ട് 9 മണി വരെയും, വൈകുന്നേരം 5 മണി തൊട്ട് 7 മണി വരെയും അമ്പലം തുറന്നിരിക്കും. അമാവാസിയിൽ അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, യമരാജപൂജ, 4 മണിക്ക്, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണിക്ക് പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, ഇങ്ങനെയുള്ള വിശിഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ ഒക്കെ ഉണ്ട്. ഈ പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ അറിയിക്കുക. പൂജകളും വഴിപാടുകളും നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക. എന്നാലും ഈ ഇടവക്കൂറുകാർക്ക് ശനി 11-ലും 2-ലും വേഴം നിൽക്കുന്ന കാലം വളരെ നല്ലതാണ്. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ബാധിക്കാതിരിക്കാനുള്ള ശ്രദ്ധ വളരെ വേണം. നല്ലത് എല്ലാവർക്കും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.